പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, ഹൃദയം നിറഞ്ഞ നമസ്കാരം. പുതിയ ഒരു ഇതൾ കൂടി വിരിയുകയാണ്. രാവണൻ എങ്ങനെയൊക്കെ രാമനെ നിഗ്രഹിക്കാം, എങ്ങനെയൊക്കെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താം എന്നുള്ള ആലോചനയ്ക്കൊടുവിലെത്തി നിൽക്കുന്നത് കുംഭകർണനിലാണ്. കുംഭകർണനെക്കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ? ശ്രീരാമോദന്തം വായിക്കുന്ന കാലത്ത് തന്നെ കുംഭകർണൻ എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക കഥാപാത്രമായി മാറി. കാരണം നാക്കുപിഴ കൊണ്ട് ഒരു ദുര്യോഗം ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു മനുഷ്യനാണ് കുംഭകർണൻ. മനുഷ്യനല്ല, നിശാചരനാണ് കുംഭകർണൻ. ശ്രീപതിം പ്രണിപത്യാഹം ശ്രീവത്സാങ്കിത വക്ഷസം ശ്രീരാമോദന്തമാഖ്യാസ്യൈ ശ്രീവാൽമീകി പ്രകീർത്തിതം പുരാവിശ്രവസപുത്രോ രാവണോ നാമ രാക്ഷസ അസീത് അസ്യാനുജൗ ചാസ്താം പപ്രശ്ച പിതാമഹ. ഇങ്ങനെ തുടങ്ങുന്നു. ആ സന്ദർഭത്തിൽ ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് കുംഭകർണൻ ചോദിക്കുന്നൊരു ചോദ്യം, നിർദേവത്വം വേണമെന്നാണ് പറയും. ദേവന്മാരാൽ കൊല്ലാൻ പറ്റരുത്, മനുഷ്യരും രാക്ഷസരും ഒന്നും തന്നെ ഒന്നും ചെയ്യില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. ദേവന്മാരാൽ കൊല്ലാൻ പറ്റരുതെന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ സരസ്വതി ദേവി, നേരത്തെ മന്ദരയുടെ നാവിലിരുന്ന് കളിച്ച അതേ സരസ്വതി ദേവി കുംഭകർണനിൽ ഇടപെട്ടിട്ട് നിദ്രാവത്വം എന്നാക്കി മാറ്റി. അങ്ങനെ 6 മാസം ഉറക്കവും 6 മാസം ഉണർച്ചയും. ഈ ഉണർച്ചയിലാകട്ടെ അശനം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. 6 മാസം ആഹാരം കഴിക്കുകയുള്ളൂ, വേറെ ഒരു പ്രവൃത്തിയും ചെയ്യില്ല. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ 2 ഭാവങ്ങളാണ് ഇത്, 2 അവസ്ഥകളാണിത്. ഭക്ഷണവും ഉറക്കവും, അശനവും നിദ്രയുമാണ് ഒരു അലസമനോഭാവമുള്ള ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ 2 കാര്യങ്ങൾ. ഇതിൽ നിന്നുള്ള മോചനം എങ്ങനെ സാധ്യമാകുന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. കുംഭകർണൻ എന്നതിൻ്റെ മറ്റ് വ്യാഖ്യാനങ്ങളുണ്ട്, അത് ഞാൻ പാരായണത്തിന് ശേഷം പറയാം. രാവണ കുംഭകർണ സംഭാഷണമാണ് അടുത്ത്. അനിയനും ചേട്ടനും കൂടെ സംസാരിക്കുക. ആസുര ഗുണമുള്ള 2 വ്യക്തികൾ തമ്മിൽ ദേവഗുണമുള്ള ഒരാളിനെ എങ്ങനെ പരാജയപ്പെടുത്താമെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗമാണ്. അതെങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ ഗാഠഗാഠം പുണർന്നൂഢമോദം നിജപീഠമതിന്മേലിരുത്തി ദശാസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ, ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമാ. രാമൻ മനുഷ്യനല്ല, ഏകസ്വരൂപനാം ശ്രീരാമൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നത് മഹാലക്ഷ്മി ഭഗവതി, ജാതയായാൾ തവ നാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിത്. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ച് താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നിതവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും
ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ട് അതു നീക്കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലത്. ജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീ, അതു നാട്ടിലുള്ളവർക്കു ആപത്തിനായി നിർണയം. ഞാനിതിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കുവൻ. ജാനകി തന്നെ അനുഭവിച്ചിടു നീ മനസ്സേ, ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നുപോം മുന്നമേ മോഹിച്ചതാകന്ത സാധിച്ചുകൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷന് വന്നിടുമാപത്തു നിർണയമോർത്തു കാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ. മനുഷ്യനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെയൊടുക്കി ഞാനാശു വരുവൻ അനുജ്ഞ ചെയ്യില്ലെന്ന് ആശരാധീശ്വരനോട് ചൊല്ലിടിനാൻ. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിന. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാൻ അവനോടു പഥ്യം. വിഭീഷണൻ രാക്ഷസാധീശ്വര വീര ദശാനന, കേൾക്കണമെന്നുടെ വാക്കുകൾ ഇന്നു നീ. നല്ലതു ചൊല്ലണമെല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനായുള്ളതോർക്ക നീ രാമനോടിത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മത്തൻ ഉന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തഘ്ന അജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജംഘനും കുംഭൻ നികുംഭൻ അകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭകനും ത്രിശിരസ് അതികായനും വേദാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദിവീരരും യോപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്ത് ഇന്നുമാവല്ലവനോടോ. നേരെ പൊരുതു ജയിപ്പതിനിന്നാരുമേ ശ്രീരാമനോട് കരുതായിക മാനസേ. ശ്രീരാമനായതു മനുഷ്യനല്ല കേൾ, ആരെന്നറിവാനുമാല്ലൊരുവനും. ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ, വൈവസ്വതനും നിർദ്ദിയുമല്ല കേൾ. പാശിയുമല്ല ജഗൽപ്രാണനല്ല, വിത്തേശനുമല്ല വനീശാനനുമല്ല, വേധാവുമല്ല ഭുജംഗാധിപനുമല്ല, ആദിത്യരുദ്രവസുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ. മോക്ഷദൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ, മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ, പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട്
കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. കൊന്നാൻ 21 തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ. അന്നന്ന് അസുരരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകയാൽ ഇന്നതു ചൊല്ലുവൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പൊരു ദേവനവൻ. കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ. ഭക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. ആശ്രിതവത്സലൻ അംബുജലോചനൻ. ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ. ഭക്തിയോടും നിന്തിരുവടിതൻ പദം നിത്യമായി സേവിച്ചുകൊള്ളുക മടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ടു കൊടുത്ത് തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാശു രക്ഷിക്കെന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ച് അവൻ തൻ പദം നൽകിടുമേവനും. നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം പൊക്ക നേരത്ത് അതിബാലകൻ താടകയെ കൊല ചെയ്താൻ ഒരമ്പിനാൽ. കൗശികൻ തന്നുടയാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടി വച്ച് കല്ലാം അഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ. ത്രയംബകം വില്ലു ഖണ്ഡിച്ച് സീതയാം മയ്യൽ മിഴിയാളയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അദ്ഭുതം. പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാടിക്കടന്നിവിടേക്കു വന്ന് അർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ച് സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ. തവ നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥാ. തന്നുങ്കി തന്നെ കൊടുക്ക മടിയാതെ. നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കും അതോർക്ക നീ. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നൊടുർപ്പൂവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും അരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്ന് നിർണയം. തന്നുടെ ദുർനയം കൊണ്ടുവരുന്നതിനിന്നു നാമോളല്ല പോകുന്നു വേർപെട്ടു ചെന്ന് സേവിക്കും പ്രബലനെ. ബന്ധുക്കളന്നേരമോർത്താൽ ഫലമില്ല മന്നവ. രാമശരമേറ്റു മൃത്യു വരുന്നേരം ആമയമുള്ളിൽ എനിക്കുണ്ട്. അതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാൻ. ഇനി താരാർമകളെ കൊടുക്ക വൈകിടാതെ. ഇവിടെ 2 ഉപദേശങ്ങളാണ് രാവണന് ലഭിക്കുന്നത്. രണ്ടും തന്നെക്കാൾ ഇളയ സഹോദരന്മാരിൽ നിന്നാണ്.
അതുകൊണ്ട് തന്നെ രാവണൻ അത് സ്വീകരിക്കുമെന്നൊന്നും അവർ വിചാരിക്കുന്നില്ല. പക്ഷെ അവരുടെ മനസ്സിലുള്ളത് പറയുന്നു. കുംഭകർണൻ നമുക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ, നാദത്തിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് രാമായണം. ചരിഞ്ഞു കിടക്കുന്ന നമ്മുടെ തല ഒരു കുടം പോലെയാണ് ഇരിക്കുന്നത്, കുംഭം പോലെയായിരിക്കുന്നത്. ചെവിയുടെ ഒരറ്റമാണ് ആ കുംഭത്തിൻ്റെ തുള. ഇതുപോലെ തന്നെയാണ് കുംഭകർണൻ്റെ കിടപ്പ്. ഒരു കുടം പോലെ, ജലം നിറഞ്ഞൊരു കുടം പോലെ കിടക്കുന്ന, അല്ലെങ്കിൽ ഒഴിഞ്ഞത് എന്ന് തന്നെ പറഞ്ഞോളൂ, ഒഴിഞ്ഞൊരു കുടം പോലെ എന്ന് തന്നെ പറഞ്ഞോളൂ, ഒഴിഞ്ഞ കുടം പോലെ കിടക്കുന്ന കുംഭകർണൻ. ഈ കുംഭകർണൻ്റെ ചെവിയിലേക്ക് രാവണൻ്റെ നാദമാകുന്ന കല്ല് വന്ന് വീഴുകയാണ്, പ്രകമ്പനം കൊള്ളുകയാണ്. ആ കുംഭത്തിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ അലോസരപ്പെട്ടാണ് കുംഭകർണൻ എണീക്കുന്നത്. രാവണൻ്റെ നാദം, ഈ ആനയെ കൊണ്ട് മൂക്കിലെ രോമങ്ങൾ പിഴുതിച്ചതൊക്കെ ശരി തന്നെ, വെള്ളം ഒഴിച്ചതൊക്കെ ശരി തന്നെ. പക്ഷെ രാവണൻ്റെ നാദമാകുന്ന ശിലാഖണ്ഡം വീണ് പ്രകമ്പിതമാകുകയാണ് കുംഭകർണൻ എന്ന കഥാപാത്രം, അല്ലെങ്കിൽ കുംഭകർണൻ്റെ നിദ്രാവസ്ഥ. എണീക്കുന്നു. എണീറ്റിട്ട് കുംഭകർണൻ കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. രാമൻ ത്രിലോകാധിപനാണ്, അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിട്ട് കുംഭകർണൻ്റെ ഉള്ളിലുള്ള അപാര വേദാന്തിയെ നമുക്ക് കാണിച്ചു തരുന്നൊരു സന്ദർഭമുണ്ട്. ഒന്നുമില്ലെങ്കിലും ഋഷിയുടെ മകനാണല്ലോ, കൈകസിയാണ് അമ്മ, വനചാരിണിയായ രാക്ഷസിയായ കൈകസിയാണ് അമ്മയെങ്കിലും അച്ഛൻ ഋഷിത്വമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഋഷിത്വം ഈ മക്കൾക്കെല്ലാം കുറച്ച് കിട്ടിയിട്ടുണ്ട്. വിഭീഷണനാണത് കൂടുതൽ എന്നേ ഉള്ളൂ. പക്ഷേ രാവണൻ്റെ ഉള്ളിലും വളരെ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയുള്ള പണ്ഡിതനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ശിവൻ ഒരു സന്ദർഭത്തിൽ പറയുമല്ലോ, രാവണനെക്കുറിച്ച് ദേവസഭയിൽ പറയുമല്ലോ, ഇന്ന് ശബ്ദശക്തികളെക്കുറിച്ച് സംസാരിക്കാൻ, ഭാഷണം നടത്താൻ, സംഗീതത്തെക്കുറിച്ച് ഭാഷണം നടത്താൻ അസുരവംശത്തിൽ നിന്ന് ആരെങ്കിലും വിളിക്കണമെങ്കിൽ അത് രാവണനെ തന്നെ വേണ്ടൂ. കാരണം ജടാകടാക സംഭ്രമ എന്ന് തുടങ്ങുന്ന ആ കീർത്തനം നിങ്ങൾക്കറിയാം. രാവണൻ ശിവനെ സ്തുതിച്ചു എന്നാണ് സങ്കല്പം. ഠഗട് 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 ഠലാടപട്ടപാലകെ ശൗരചന്ദ്രശേഖരീ രതി പ്രദക്ഷിണം എന്നൊക്കെയുള്ള ആ പഞ്ചജാമരം വൃത്തത്തിലെ നിബന്ധനം നമ്മളെ വല്ലാതെ ഒരു ശൈവ നടനത്തിലേക്ക് കൊണ്ടുപോകും. ആ അവസ്ഥ എല്ലാ മക്കൾക്കും ഉണ്ട്. അവിടെ എല്ലാവർക്കും ഇത്തിരി അത് കിട്ടിയിട്ടുണ്ട്. കുംഭകർണൻ പറയുന്ന വേദാന്തത്വം ഗംഭീരമാണ്. കുംഭകർണൻ പറയുന്നത് നമുക്കിതൊക്കെ തോന്നാൻ കാരണം എന്താണെന്നറിയോ ചേട്ടാ, നമുക്കൊക്കെ ഇതിൻ്റെ വാസനാബലം കിടപ്പുണ്ട് എന്ന് പറയും. ഈ ഒരു ആസുര വാസനാബലം നമുക്ക് കിടക്കുന്നുണ്ടോ നമുക്ക് രാമനെ അടിക്കണം എന്നൊക്കെ തോന്നുന്നത്? വാസനാബലം കിടക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മരണം വരെ ഉണ്ടാകും എന്നാണ്. കുമാരനാശാൻ, വേദാന്ത തത്വജ്ഞാനിയായ കുമാരനാശാൻ, ഔപനിഷത്ത് സാരസർവസ്വത്തെ ആന്തരികമായി അനുഭവിച്ചിരുന്ന, ശ്രീകാളം രസകാമധേനുവിനെ കൊണ്ട് ചുരത്തിച്ചിരുന്ന ആശാൻ പറയുമല്ലോ, ജന്തുവിന് തുടരുന്നു വാസനാബന്ധം ഉടല് വീഴുവോളവും എന്നാണ്. വാസനാബന്ധം ഉടല് വീഴുവോളവും തുടരും. ശീലങ്ങൾ മരണം വരെയും തുടരും. അതൊരു ബന്ധനമാണ്. വൈലോപ്പിള്ളി കൃഷ്ണാഷ്ടമി എന്ന് പറഞ്ഞ കവിതയിൽ പറയും, ഹന്ത പഴകിയ ശീലം പോലൊരു ബന്ധനമുണ്ടോ ലോകത്തിൽ എന്നാണ്. അത്തരം ബന്ധനം വാസനാബലങ്ങൾ ഉണ്ടാകുന്നതാണ്. നമുക്ക് എത്ര തന്നെ പാണ്ഡിത്യവും പ്രൗഢിയും ഒക്കെ ഉണ്ടെങ്കിലും ചേട്ടാ, നമുക്ക് ഒരു ആസുര വാസനാബലം കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വേറൊരാളെ ദ്രോഹിക്കാൻ തോന്നുന്നത്, മറ്റൊരാളിൻ്റെത് അപഹരിക്കാൻ തോന്നുന്നത്. അത് ചെയ്തുകൂടാ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. എന്നാലും നമ്മുടെ പ്രാചീന വാസനാബലം, മുജ്ജന്മ വാസനാബലം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് എന്നാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടി പടം വരയ്ക്കുമ്പോൾ നമ്മൾ പറയില്ല അവന് വാസനയുണ്ട് അല്ലെങ്കിൽ അവൾക്ക് വാസനയുണ്ട് എന്ന് പറയാൻ കാരണം അവരറിയാതെ തന്നെ അവരിലേക്ക് വരുന്ന സിദ്ധിയാണത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പൂവിൻ്റെ മണത്തിന് വാസന എന്ന് പറയുന്നത്. പൂവ് ആഗ്രഹിച്ചിട്ടല്ല ആ മണം പൂവിന് കിട്ടിയത്. ഇപ്പം മുല്ലപ്പൂവ് ആഗ്രഹിച്ചിട്ടല്ല മുല്ലപ്പൂവിന് ആ മണം കിട്ടിയത്, ജമന്തിപ്പൂവ് ആഗ്രഹിച്ചിട്ടല്ല ജമന്തിപ്പൂവിന് ആ മണം കിട്ടിയത്. അതുകൊണ്ടാണ് വാസന നൈസർഗികമായി ഉണ്ടാകുന്നതാണെന്നാണ്. ഈ കവിത എഴുതുന്നതിനെക്കുറിച്ച് പറയും, നൈസർഗികീച്ച പ്രതിഭ ശ്രുതം ച ബഹുനിർമ്മലം ആമന്തശ്ചാഭിയോഗസ്യ കാരണം കാവ്യസമ്പദ എന്ന് പറയും. നൈസർഗികമായ പ്രതിഭയുണ്ടെങ്കിലേ നിലനിൽക്കുള്ളൂ. അല്ലാതെ കവിയാണ്, സാഹിത്യകാരനാണെന്നൊക്കെ പറഞ്ഞ് ആകെ കൂടി 10 കവിത എഴുതി വെച്ചിട്ട് അത് തന്നെ 15 വർഷം അവതരിപ്പിച്ചുകൊണ്ടിരുന്നാൽ ജനം തിരിച്ചെന്ന് നിഷ്പന്നം വാ ഹാസ്യായതനം സ്യാതെന്നും പറയും. ജനം തിരിച്ചെന്ന് പരിഹസിക്കും. അപ്പോൾ വാസനാബലത്തെ ഏറ്റവും കാര്യമായി വിഭീഷണൻ ഈ കുംഭകർണൻ രാമന്
കുംഭകർണൻ വാസനാബലത്തെ അതിഗംഭീരമായി രാവണനോട് വിവരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ടല്ലോ, നമുക്കിങ്ങനെയൊക്കെ വരാൻ വിധിയുണ്ട്, അതുകൊണ്ട് നീ ജാനകിയെ അനുഭവിച്ചിടും, ഞാൻ പോയി യുദ്ധം ചെയ്യാം, അവനോട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന കുംഭകർണൻ തൊട്ട് അപ്പുറത്തെ വാതിലിലൂടെ പ്രവേശിക്കുന്നു വിഭീഷണൻ. വിഭീഷണൻ പറയുന്നുണ്ട്, ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, എത്ര ആളുകൾ ശ്രീരാമനെ കൊല്ലാൻ പോയി അദ്ദേഹത്തിൻ്റെ കൗമാരപ്രായത്തിൽ. അദ്ദേഹം താടകയെ വധിച്ചു. താടകയെക്കുറിച്ച് തന്നെ മുനി പറയുന്നത് ഇവളെ പേടിച്ച് ആരും നേർവഴി നടപ്പില്ല എന്നാണ്. ആ താടകയെ വധിച്ചു. തൻ്റെ ജീവിതത്തിൽ തനിക്കെതിരെ നിന്നവരെ എല്ലാം രാമൻ ഇല്ലാതാക്കി. സ്വാഭാവികമായും അങ്ങയെയും ഇല്ലാതാക്കും. അങ്ങയെ ഇല്ലാതാക്കാൻ രാമന് വലിയ പരിശ്രമത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു, താമര സാക്ഷനാം ആദിനാരായണൻ എന്ന ബോധം വിഭീഷണൻ പറഞ്ഞു കൊടുക്കുകയാണ്. രാവണൻ അതുകൊണ്ടൊന്നും അടങ്ങുകയില്ല എന്ന് വിഭീഷണൻ അറിയാം. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണ്, ഇഷ്ടജനങ്ങളെ മനസ്സിലാകുന്നത് കഷ്ടകാലം വരുമ്പോഴാണ്. കഷ്ടകാലം വരുമ്പോൾ നമുക്കറിയാം എത്ര പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ എൻ്റെ അടുത്ത സുഹൃത്താണോ എന്ന് പറയുന്ന ആൾ അടുത്ത സുഹൃത്താണോ എന്ന് അറിയണമെങ്കിൽ നമുക്കൊരു 10 രൂപയുടെ ആവശ്യം വരണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യാനുണ്ടാകണം. അപ്പോഴവർ നമ്മളോട് തിരിച്ചെങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിചാരിച്ചോണം നമ്മുടെ സുഹൃത്തുക്കളാണോ അവർ, അതോ വേറെ ആരെങ്കിലും ആണോ എന്ന് വിചാരിച്ചോണം. നമ്മുടെ സങ്കടങ്ങളിൽ നമുക്ക് കൈതരുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഞാൻ അങ്ങേക്കുണ്ടാകാൻ പോകുന്ന ഒരു ദുര്യോഗത്തെ മുൻകൂട്ടി അറിയിക്കുകയാണ്, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പിതാവിന് സമാനനായ ആളെന്നുള്ള നിലയ്ക്ക് അറിയിക്കുകയാണ് എന്ന് പറഞ്ഞ് വിഭീഷണനും ഒരു വശത്ത് നിന്ന് താൻ പരാജയപ്പെടുത്തിക്കൊള്ളാം, താൻ ഈ ദൗത്യം ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിറങ്ങുമ്പോഴും ചേട്ടന് നല്ലത് പറഞ്ഞ് ഉപദേശിക്കുന്ന കുംഭകർണനും ഈ രണ്ടുപേരും രണ്ട് വശത്തായി നിന്ന് ഉപദേശിക്കുകയും അത് തൻ്റെ ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുന്ന രാവണനെയാണ് ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സത്തുക്കളുടെ ഉപദേശം കേട്ടിട്ടും ദുഷ്ചെയ്തികൾക്കിറങ്ങുന്ന സാധാരണ മനുഷ്യൻ്റെ പ്രതിബിംബം തന്നെയാണ് രാവണൻ എന്നാണ് ഈ അധ്യായത്തിലൂടെ, ഈ ഭാഗത്തിലൂടെ നമുക്ക് എഴുത്തച്ഛൻ വിവരിച്ചു തരുന്നത്. പുതിയ ഒരു ഇതൾ വിരിയുമ്പോൾ നമുക്ക് അതിൻ്റെ ചന്തവും സുഗന്ധവും ഒരുമിച്ച് ആസ്വദിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.